ആഞ്ഞിടിഞ്ഞു വീണ മണ്ണിനടിയിൽ ഒരു വണ്ടി പോയെന്നും അതിന്റെ GPS ലൊക്കേഷൻ ഉണ്ടെന്നും അർജുന്റെ ഫോൺ ബെല്ലടിച്ചതാണെന്നും ആ ലോറിയുടമ മനാഫും ബന്ധുക്കളും വാവിട്ട് കരഞ്ഞതാണ് ആ ഗോൾഡൻ മണിക്കൂറുകളിൽ. അത് കേട്ടെന്ന് പോലും നടിക്കാതെ ഒരു FIR ഇടാതെ മണ്ണുമലയ്ക്ക് മുന്നിൽ 3.25 ഹിറ്റാച്ചിയുമായി കുഞ്ഞു കളിച്ചവരാണ്. ഇനിയും പൊതിഞ്ഞു പറയേണ്ടതല്ല, അത് പൊറുക്കാവതല്ല. ആ കോഴിക്കോട്ടെ ഒരു വീടിന്റെ വേദന നാടിന്റെ വേദനയാകുമ്പോഴാണ് രാഷ്ട്രീയ നേതൃത്വം ഇടപെട്ടപ്പോൾ മാത്രമാണ് ആ കല്ലിന് കാറ്റുപിടിച്ച സംവിധാനം അനക്കം വെച്ചത്. ഇന്നലെ ഉച്ചയ്ക്കാണ്. അപ്പോഴാ പ്രാണൻ മണ്ണിനടിയിൽപ്പെട്ട് മണിക്കൂറുകൾ 75. വൈകിയാണെങ്കിലും രക്ഷാപ്രവർത്തനം സജ്ജമായല്ലോ ദൈവമേ എന്ന് നെടുവേർപ്പിട്ടവർക്ക് മുന്നിൽ രാത്രി 9 ആകുമ്പോഴേക്കും ഉത്തര കന്നഡ സംവിധാനങ്ങൾ സർക്കാർ ജോലി കണക്കെ തെരച്ചിൽ നിർത്തി കടയും പൂട്ടി വീട്ടിൽ പോയിട്ട് റഡാർ സംവിധാനം തെരയാൻ തുടങ്ങിയത് 5-ാം നാൾ ഇന്ന് രാവിലെ 10:30. നമ്മുടെ ഒരു കൂടപ്പിറപ്പ് മണ്ണിനടിയിൽപ്പെട്ട് രാപ്പുകൾക്കിപ്പുറവും ഒരു സൂചനയും കിട്ടുന്നില്ലെങ്കിൽ കേന്ദ്ര കർണാടക സർക്കാരുകൾ നെഞ്ചിൽ കൈവച്ചെന്ന് പറയണം. ആ ഗംഗാവലി പുഴയോരത്ത് കാണാമറയത്ത് പ്രാണപ്രതീക്ഷയിൽ പാവം പിടിച്ച അർജുൻ അല്ലായിരുന്നുവെങ്കിൽ, ഏതെങ്കിലും ഒരു മന്ത്രിപുത്രനോ അവന്റെ ആഡംബരക്കാരോ ആയിരുന്നെങ്കിൽ സംവിധാനങ്ങളെ ഇതാകുമായിരുന്നു.